ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ ഉസുമാക്കിയുടെ ഫോംസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലുള്ള നറൂട്ടോയെ നോക്കാം. ഈ ഒരു ഫോമിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല. ഇത് ആദ്യം സാസുകെ അടിവാങ്ങുന്ന ടൈമിൽ സാസുകയെ സേവ് ചെയ്യാൻ വേണ്ടി ആ ഒരു റേജിൽ പോകുമ്പോൾ നറൂട്ടോയുടെ ഉള്ളിലുള്ള ആ ഒരു കുറാമ ചാക്ര അൺലീഷ് ആകും. ഈ സമയത്ത് നറൂട്ടോയുടെ ബോഡിയിൽ മുഴുവനായും ഒരു റെഡ് കളറിലുള്ള ഓറയും കാണാൻ സാധിക്കും. കൂടാതെ ഈ സമയത്ത് നറൂട്ടോയുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ കുറാമയെ പോലെ റെഡ് കളറിലും തന്റെ പല്ലും നഖങ്ങളും ഒക്കെ ഷാർപ്പായിട്ട് മാറുകയും ചെയ്യും. അതായത് നറൂട്ടോ ഇവിടെ മുഴുവനായും ഔട്ട് ഓഫ് കൺട്രോൾ ആയി ഒരു ആനിമലിനെ പോലെ ആയി മാറും. ഇനി ഈ ഒരു ഫോമിൽ തന്നെ രണ്ട് വേർഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ക്ലോക്ക് വേർഷൻ, മറ്റൊന്ന് ഡീമൺ ക്ലോക്ക് വേർഷൻ. ഇനി ആദ്യത്തെ ക്ലോക്ക് വേർഷൻ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴത്തെയും പോലെ നമ്മുടെ നറൂട്ടോയും സാസുകയും ഫൈറ്റ് നടക്കുന്ന സമയത്ത് നറൂട്ടോയുടെ ആ ഒരു നൈൻറ്റൈൽ ചാക്ര പുറത്തു വരികയും അതിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു വാലും ക്രിയേറ്റ് ആകും. ഈ ഒരു ഫോമിലാണ് നമ്മുടെ നറൂട്ടോയുടെ ബോഡിയിലുണ്ടായ ഇഞ്ചുറീസ് ഒക്കെ കുറാമ ചാക്ര വെച്ച് ഹീൽ ആവുന്നത് നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ നമ്മുടെ നറൂട്ടോക്ക് ഈ ഒരു സമയത്ത് കുറാമ ചാക്ര എത്രത്തോളം കിട്ടുന്നോ അതിനനുസരിച്ച് സ്പീഡും സ്ട്രെങ്ത്തും ഒക്കെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ മറ്റൊരു ഫോമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡീമൺ ക്ലോക്ക് ഫോം. ഈ ഒരു ഫോമിൽ നമ്മുടെ നറൂട്ടോയെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായും ഔട്ട് ഓഫ് കൺട്രോൾ ആയി മാറി പതിയെ നമ്മുടെ നറൂട്ടോയുടെ ബോഡി ആണെങ്കിൽ കുറാമ ടേക്ക് ഓവർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചു തന്നത്. കൂടാതെ നൈൻറ്റെയിലിന്റെ ആ ഒരു എല്ലൊക്കെ പതിയെ പുറത്തേക്ക് വരുന്ന രീതിയിലും ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നറൂട്ടോ ഈ ഒരു ഫോമിൽ മാറിയ സമയത്ത് വളരെയധികം കഷ്ടപ്പെട്ടാണ് നമ്മുടെ ജിറയ നറൂട്ടോയെ പഴയതുപോലെ ആക്കി മാറ്റിയത്. എന്നാൽ നമ്മുടെ നറൂട്ടോ വാസസ് പെയിൻ എന്ന ഫൈറ്റിൽ നമ്മുടെ ഹിനാട്ടെ ആണെങ്കിൽ മരിച്ചുപോയി എന്ന് കരുതി നറൂട്ടോയുടെ ആ ഒരു സീനാണെങ്കിൽ അൺസീലായി മാറി കുറാമ മുഴുവനായും നമ്മുടെ നറൂട്ടോയെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ മിനാട്ടോ അവിടെ വന്ന് പല വിഷയങ്ങളും ഇവിടെ സംഭവിക്കുന്ന രീതിയിലും കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ആ ഒരു ബ്രിഡ്ജിൽ നിന്നുള്ള ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോ വാസസ് ഒറോച്ചിമാറോ എന്ന ഫൈറ്റിലും നറൂട്ടോ ഈ ഒരു ഫോമിലേക്ക് മാറുന്ന രീതിയിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു കുറാമ ചാക്രയൊക്കെ മാറ്റി നിർത്തി നറൂട്ടോയുടെ തന്നെ മറ്റൊരു ഫോമാണ് സെയ്ജ് മോഡ്. സെയ്ജ് മോഡിനെ കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നറൂട്ടോയുടെ മറ്റ് ഫോംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കുറാമ ചാക്ര വെച്ചാണ് ആ ഒരു ഫോമിലേക്ക് മാറുന്നത്. എന്നാൽ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ സ്വന്തമായി ട്രെയിനിങ് ചെയ്ത് നറൂട്ടോ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് സെയ്ജ് മോഡ്. ഇനി ഈ ഒരു സെയ്ജ് മോഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോ ആ ഒരു മൗണ്ട് ബിയോബോക്കുവിൽ പോയി ട്രെയിനിങ് ചെയ്ത് നാച്ചുറൽ എനർജി ഒക്കെ ഗ്യാദർ ചെയ്ത് തന്റെ ചാക്രയുമായിട്ട് മിക്സ് ചെയ്താണ് ഈ ഒരു സെയ്ജ് മോഡിലേക്ക് മാറുന്നത്. എന്നാൽ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെയ്ജ് മോഡിലേക്ക് മാറണമെങ്കിൽ ആ ഒരു നാച്ചുറൽ എനർജി ഗ്യാദർ ചെയ്യണം. എന്നാൽ ഇതിന് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മുടെ നറൂട്ടോ തൊട്ട് ബൊറൂട്ടോ വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെയ്ജ് മോഡ് വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ നമ്മുടെ മിനാട്ടോ ജിറയ പോലുള്ള മറ്റ് ക്യാരക്ടേഴ്സും ഈ ഒരു സെയ്ജ് മോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നറൂട്ടോയുടെ മറ്റൊരു ഫോമാണ് കുറാമ ചാക്ര മോഡ്. നറൂട്ടോക്ക് ഈ ഒരു ഫോം പറഞ്ഞു കൊടുത്തത് കില്ലർ ബി ആണ്. കാരണം കില്ലർ ബീന്റെ അടുത്താണ് നമ്മുടെ എയ്റ്റെയിൽ ബീസ്റ്റ് ഉള്ളത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ജിഞ്ചുരിക്കുകളാണ്. ഇവിടെ നമ്മുടെ നറൂട്ടോയുടെ ആ ഒരു ഇന്നർ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോയുടെ ആ ഒരു സീനാണെങ്കിൽ ബ്രേക്ക് ചെയ്ത് നമ്മുടെ നറൂട്ടോ കുറാമയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് കുറാമയെ ഡിഫീറ്റ് ചെയ്യും. അതിനുശേഷം കുറാമയുടെ ചാക്ര എടുത്ത് അത് യൂസ് ചെയ്താണ് നമ്മുടെ നറൂട്ടോ കുറാമ ചാക്ര മോഡിലേക്ക് മാറുന്നത്. എന്നാൽ ഇത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോഡാണ്. കാരണം കുറാമയുടെ എല്ലാ ചാക്രയും നറൂട്ടോക്ക് ഇവിടെ കൊടുക്കുന്നില്ല. ഇവിടെ കുറാമയും നറൂട്ടോയും തമ്മിൽ നല്ലൊരു ടേംസിലല്ല മുന്നോട്ട് പോയത്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഫോമാണ് കംപ്ലീറ്റ് കുറാമ ചാക്ര മോഡ്. ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറാമയും നറൂട്ടോയും നല്ല ടേംസിൽ വരികയും നമ്മുടെ കുറാമയാണെങ്കിൽ നീ എത്ര വേണമെങ്കിലും എന്റെ ചാക്ര എടുത്തോ എന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ചാക്ര മോഡിലേക്ക് മാറും. അതായത് നമ്മുടെ ഡ്രാഗൺ ബോൾ സീരീസിലെ ഗോക്കു ആ ഒരു സൂപ്പർ സൈൻ ഫോമിലേക്ക് മാറുന്ന ഒരു ഫീൽ ഇല്ലേ, അതുപോലെയാണ് നറൂട്ടോ ഈ ഒരു ഫോമിൽ മാറുമ്പോഴും എനിക്ക് കിട്ടിയത്. ഈ ഒരു ഫോമിൽ നമ്മുടെ നറൂട്ടോക്ക് കുറാമയുടെ അത്രയധികം ചാക്ര കിട്ടിയത് കൊണ്ട് തന്നെ ലീഫ് വില്ലേജിലുള്ള മറ്റ് സോൾജേഴ്സിനും തന്റെ ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു കുറാമ ചാക്ര ഷെയർ ചെയ്യുന്ന രീതിയിലും ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഫോമാണ് ടെയിൽ ബീസ്റ്റ് മോഡ്. ഇത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോയുടെ ചുറ്റുമായി വലിയൊരു ടെയിൽ ബീസ്റ്റിന്റെ രൂപത്തിൽ മാറുന്നത് പോലെയാണ് ഇവിടെ കാണിച്ചു തന്നത്. അതായത് നമ്മുടെ ഉച്ചിഹാസ് സുസാനോ യൂസ് ചെയ്യുന്നത് പോലെ കുറാമയുടെ രൂപത്തിലുള്ള ഒരു വലിയ സുസാനോ എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞ ഈ ഒരു കുറാമ ചാക്രയുടെ ഈ ഒരു ഫോമിന്റെ കൂടെ നറൂട്ടോ സെയ്ജ് മോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കുറാമ സെയ്ജ് മോഡ്. ഈ സമയം നറൂട്ടോ ആണെങ്കിൽ കുറച്ചധികം പവർഫുൾ ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ഈ ഒരു ഫോമിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് സിക്സ് പാത്ത് സെയ്ജ് മോഡ്. അതായത് എല്ലാ ടെയിൽ ബീസ്റ്റിന്റെ പവറും കൂടാതെ ആ ഒരു ഹാഗറോമയുടെ പവറൊക്കെ ചേർത്താണ് നറൂട്ടോ ഈ ഒരു ഫോമിലേക്ക് മാറുന്നത്. അത്രയധികം പവർഫുൾ ആകും എന്നത് കൂടാതെ മാദറ, കാഗുയ ഇവരുടെ കൂടെയൊക്കെ നല്ല രീതിയിൽ ടഫ് കൊടുത്തിട്ടുമുണ്ട്. കൂടാതെ നറൂട്ടോ ഈ ഒരു ഫോമിൽ മാറുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ സാധിക്കും. നറൂട്ടോ കാണുന്ന പല ഫ്രണ്ട്സിനും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നതും ഇതാണ്. ഇനി അടുത്ത
അടുത്തതാണ് അസുര കുറാമ മോഡ്. വാറിന്റെ അവസാനം സാസ്കെ വാസസ് നറൂട്ടോ എന്ന ഫൈറ്റ് നടക്കുന്ന സമയത്ത് സാസ്കെ ആണെങ്കിൽ ആ ഒരു ഇന്ദ്രയുടെ പവർ മുഴുവനായി എടുക്കുകയും നറൂട്ടോ ആ ഒരു അസുരയുടെ പവർ മുഴുവനായി എടുക്കുകയും ചെയ്യും. ഈ സമയത്തുള്ള ആ ഒരു ജയന്റ് കുറാമയെ നോക്കിക്കഴിഞ്ഞാൽ 6 കൈകളും 3 കുറാമയുടെ തലകളൊക്കെ അതിലുണ്ടാകും. വലിയ പവർഫുൾ ആയിട്ടുള്ള റെസിംഗൺ ഒക്കെ ഈ സമയത്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇനി നറൂട്ടോയുടെ ഏറ്റവും അവസാനത്തെ ഫോം ആണ് ബാരിയൻ മോഡ്. ഇത് ബൊറൂട്ടോ സീരീസിലാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു ബാരിയൻ മോഡ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഫോം ആണ്. ഒരു ഷോർട്ട് ടൈമിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഫോമിൽ മാറിയ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ അത്രയധികം ഓവർ പവർഡ് ആയിരിക്കും. അതായത് ഒരു ഗോഡ് ആയിട്ടുള്ള ഒട്ടുട്സുക്കിയുടെ കൂടെ തന്നെ ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് ചെയ്യാൻ വരെ നമ്മുടെ നറൂട്ടോയ്ക്ക് സാധിക്കും. എന്നാൽ ഈ ഒരു ഫോം അവസാനം നമ്മുടെ നറൂട്ടോ യൂസ് ചെയ്തതോടുകൂടി നമ്മുടെ കുറാമയും മരിക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചു തന്നത്. ബൊറൂട്ടോ സീരീസ് കാണുന്ന സമയത്ത് നറൂട്ടോക്ക് ഈ ഒരു ഫോം പെട്ടെന്ന് വന്നു പോയതുപോലെയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ നറൂട്ടോയുടെ ഇത്രയൊക്കെ ഫോംസ് ആണ് നമുക്ക് സീരീസിൽ ഇതുവരെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫോം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഏതാണെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.